കലക്കി തീർത്തിട്ടുണ്ട്. ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണത്. ഞങ്ങള് ഹാപ്പിയാണ്. ഞാൻ പറയുന്നത് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും പല ചാനലുകളും. എനിക്കതൊന്നും പ്രശ്നമില്ല. കാരണം ദിലീപേട്ട നല്ല പടമാണ്. ഫാമിലി സ്റ്റോറിയാണ്. 150 പടമാണ്. എന്തായാലും വിജയിക്കുമെന്ന് ഉറപ്പാണ്. ദിലീപ് ഞാൻ കണ്ടപ്പോഴാണ് എല്ലാ പടവും ഞാൻ കാണാറുണ്ട്. ഭയങ്കര ഇഷ്ടമായി. കോമഡി ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ടായിരുന്നു? ദിലീപ് കലക്കി തീർത്തിട്ടുണ്ട്. ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണത്. ഞങ്ങള് ഹാപ്പിയാണ് കണ്ടതില്. ഓക്കെ, സിനിമയാണ്. ദിലീപേട്ടൻ തിരിച്ചു വന്നു. നല്ല സിനിമ. നല്ല പടം. ദിലീപേട്ടൻ തുടരും. ഒരു രക്ഷയില്ല. ദിലീപേട്ട ഔട്ടായി എന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും ഒരു ഇതാണ്. പടം കാണണം. ദിലീപേട്ടന്റെ പടത്തിലാണ് നല്ല നല്ല നായികമാര് വരുന്നത്. ഇതില് പെർഫോമൻസ് കൊണ്ട് എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. പൊളിച്ചു. എന്താ പെർഫോമൻസ്! ദിലീപേട്ട എവിടെയും പോയിട്ടില്ലടാ, ഇവിടെ തന്നെ ഉണ്ട്. ദിലീപേട്ടൻ പൊളിച്ചടിക്കും. ഫാമിലി എന്റർടൈൻമെന്റ് കോമഡി. ദിലീപേട്ട പെർഫോമൻസ് അടിപൊളി. ഇങ്ങനത്തെ ഒരു കഥയാണ്. സൂപ്പർ. എല്ലാവരും കാണും. അടിപൊളി. ദിലീപേട്ടൻ വേറെ രക്ഷയില്ല. അടിപൊളി പടം. ഫാമിലി ആയിട്ട് ഒന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. നൈസ്. വേറെ മൂഡ് പടം. ദിലീപേട്ടൻ പൊളിച്ച്. രക്ഷയില്ല പടം. അടിപൊളിയായിട്ട് വന്ന് കാണട്ടെ എല്ലാവരും. അടിപൊളി പടം. നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. ഗംഭീരമായിട്ട്. നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് ആയിരുന്നു. കാലത്തൊന്നും അങ്ങനത്തെ രീതിയിൽ പണം വന്നിട്ടില്ല. രണ്ടാമത്തെ ശേഷമാണ് ഇത് കൊള്ളുന്നത്. നല്ല ഫിലിമായിരുന്നു. ഇത് കൊള്ളുന്നത്. നല്ല അടിപൊളി പടം. അടിപൊളി. നന്നായിട്ട് വന്നിട്ടുണ്ടല്ലേ. ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ കണ്ടതില്. പെർഫോമൻസ് വൈസും ദിലീപേട്ടന്റെ പോയിട്ടില്ലല്ലോ പറഞ്ഞ പോലെ നല്ല രീതിയിൽ നല്ല കണ്ടന്റ് ആണ്. നിങ്ങൾക്കുള്ള പോലത്തെ ഒരു പടമാണ്. നാളെ ഇതും പറഞ്ഞ് ഏറി കയറ്റരുത്. പക്ഷെ നിങ്ങൾ കണ്ടിരിക്കണം. ഏറി കയറ്റരുതെന്നും പറഞ്ഞ് നിങ്ങൾ കണ്ടിരിക്കേണ്ട പടമാണ്. സപ്പോർട്ടുണ്ട്. പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഫാമിലി പടമാണ്. എല്ലാവരും വന്ന് കാണണം. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് ഈ പടം കാണണം. ദിലീപേട്ടൻ്റെ ഒരു നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് നല്ലൊരു പടം. ദിലീപേട്ടൻ ഈ അടുത്തിറങ്ങിയിലെ ഏറ്റവും നല്ല സിനിമയാണ് ഇത്. ദിലീപേട്ടൻ്റെ വലിയൊരു സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദിലീപേട്ടൻ്റെ നല്ലൊരു സിനിമയാണ്. എന്തായാലും ഇതിനകത്ത് ഒരുപാട് മെസ്സേജ് ഉണ്ട്. കാരണം എന്ത് കണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ചാനലിനെ വലിയ ബിൽഡപ്പ് ചെയ്തുകൊണ്ട്, ആൾക്കാരെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വൈറലാവാൻ വേണ്ടി നടക്കുന്ന ഒരു പറ്റം ആൾക്കാർ ചെയ്യുന്ന വൃത്തികേടിനെതിരെയുള്ള ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഇത് മലയാളികളായിട്ടുള്ള ആൾക്കാർ കാണുക തന്നെ വേണം. ഇത് പറഞ്ഞ പോലെ ഇതിപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ ഇതിനെ ഹൈഡ് ചെയ്യും. കാരണം ഞാൻ പറയുന്നത് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും പല ചാനലുകളും. എനിക്കതൊന്നും പ്രശ്നമില്ല. കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് മാറിയേ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് ഇത് എത്തട്ടെ, ഈ വീഡിയോകളൊക്കെ എത്തട്ടെ. ഇതൊരു അഭിപ്രായമായിട്ട് ഇതിൻ്റെ ഒരു കണ്ടന്റുകൾ വരട്ടെ. ദിലീപേട്ടൻ, ലെസ്ലി സ്റ്റീഫൻ, അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ റൈറ്റർ എല്ലാം അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. കാരണം ഇങ്ങനൊരു സിനിമ ഫാമിലി സബ്ജക്റ്റിൽ കൊണ്ടുവന്ന് ചെയ്യാൻ സാധിച്ചതിൽ എന്തായാലും ആ ക്രൂവിനൊരു അടിപൊളി പടമാണ്. കാരണം ഇന്റർവെല്ലിൽ ഒരു ഒഴുക്കോടെ പോയിട്ടുണ്ടെങ്കിലും ഇന്റർവെല്ലിന് ശേഷം പടം സൂപ്പറായി. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അവർ ഓരോ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ എന്താ പറയുക മൃഗീയമായിട്ട് ചെയ്യുന്ന ഓരോ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത്. നല്ല അടിപൊളി കഥയാണ്. സൂപ്പർ പടമാണ്. ദിലീപേട്ടൻ്റെ നല്ല എന്താ പറയുക ഒരു തിരിച്ചുവരവ് ഇതിലൂടെ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. കാരണം അത്രയും നല്ല പടം. സൂപ്പർ പടം. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവെല്ലിൽ ഒരു ഒഴുക്കൂടെ പോകുന്നുള്ളൂ പടം. പക്ഷേ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല പടം. പല ഇൻഫ്ലുവൻസർമാർക്കും ഇതൊരു എന്താ പറയുക ഒരു തിരിച്ചടിയായിരിക്കും. കാരണം അവന്മാർക്ക് അത് കാണുമ്പോൾ ഒരിക്കലും ദഹിക്കില്ല. കാരണം അത്രയും അവന്മാരെ വാരി തേച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിലാസ്പദമാക്കിയിട്ടുള്ളത്. എല്ലാം കൊണ്ട് സൂപ്പർ പടം. അടിപൊളി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ എങ്ങനെ കടന്നു ചെല്ലുന്നു എന്നുള്ളത്, ഏത് രീതിയിൽ ചെല്ലാൻ പാടില്ല എന്നുള്ളതിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ടുണ്ട്. പിന്നെ കമൻ്റ് ഇടുന്നതും ഇത് കേട്ടോന്നെ ചാടിച്ച് ചെല്ലുന്ന ആൾക്കാരും കാണുന്നവരെയൊക്കെ ചീത്ത പറയും. അവനവൻ്റെ ജീവിതം
സ്വന്തം ജീവിക്കാൻ പഠിക്കും. അതാണ് ഏറ്റവും പറ്റും. സ്വന്തമായിട്ടൊരു കഴിവുണ്ടെങ്കിൽ അത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ? നല്ല ഭംഗിയായിട്ട് ചിരിക്കാൻ പഠിക്കും, നല്ല ഭംഗിയായിട്ട് ചിന്തിക്കാൻ പഠിക്കും. അത് തന്നെ ലൈഫ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ദിലീപേട്ട, ഓൾ ദ ബെസ്റ്റ്.